4 മിസ് കോളോ? എടാ ഫോൺ അടിച്ച് കേട്ടില്ലേ? ആ ബിസി മാം. പിന്നെ ചിന്നുന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ ഹലോ. ആ ബാലു, അവൾ ഇറങ്ങിയില്ലായിരുന്നോ? ഇന്ന് വൈകിട്ടല്ലേ, നാളെ പുറപ്പെടും. പറഞ്ഞേ വിളിച്ചിട്ടാണ് ഔട്ട് ഓഫ് റേഞ്ച്. അവള് എപ്പോഴേ പോയില്ലോ മാത്രേ. ആണോ? ആ ഞാൻ 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 ഇപ്പൊ തിരിച്ചു വിളിക്കാം. എന്താടാ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഡാ ഒന്നുള്ളോ? അവളിതുവരെ എത്തിയില്ലെന്ന്. എന്താടാ? ചിന്നിനെ വിളിച്ച് കിട്ടുന്നില്ലടാ. ചിന്നു, ഹലോ. നീ എന്താ കുട്ടികളെ കളിക്കണേ? ഹലോ. എന്താ വിളിച്ച ഫോൺ എടുത്താ? ഹലോ, ഞാൻ ലാസ്റ്റ് കോൾ ഡീറ്റെയിൽസ് കണ്ട് വിളിക്കുക. ആരാ? പെട്ടെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ? വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലൊരു വിങ്ങലോട് കൂടിയല്ലാതെ ഇത് കേൾക്കുന്ന ആൾക്കും ഇപ്പം ഇരിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു അവസാനമില്ലേ? വായിച്ചില്ലേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാ. ഓ, 18 വയസ്സേ ഉള്ളത്. കഷ്ടമായി പോയി. എന്നാ പറയാനാ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ അവശ്യ നിലയിൽ കണ്ടു. കേരളക്കരയിൽ വീണ്ടും ഒരു ദുരന്ത കഥ. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മരണം. ഈ കൊലക്കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നുണ്ട്. നമ്മുടെ പെങ്ങന്മാരും പഠിക്കാൻ പോണേ. പോലീസ് അന്വേഷണത്തിലേക്ക്. ദുരൂഹതകൾ ബാക്കിയാക്കി പെൺകുട്ടി മരണത്തിലേക്ക്. പലതവണ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ജോബി, നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് ഈ പോകാം. പറയണ ഭരണം പരാജയപ്പെട്ടു. ഇനി വേണ്ടി വന്ന ഞങ്ങളൊരു ഹർത്താലിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണോ കേരളം വീണ്ടും ഒരു പീഡനം കൂടി കാണേണ്ടി വരുന്നത്? ഒരിക്കലുമല്ല. എല്ലാവർക്കും തുല്യനീതിയാണ് ഈ സർക്കാർ നൽകുന്നത്. പ്രതിപക്ഷത്തിന്റെ മണ്ഡലത്തിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ഹർത്താലിൽ ഭരണപക്ഷം ശക്തമായി പ്രതിഷേധിക്കുന്നതാണ്. മരിച്ച കുട്ടിയുടെ സഹപാഠിയായ എൽദു നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് പുറത്താ. ഒരു സൂചി കണ്ടാൽ പോലും കരയുന്ന ഞങ്ങളുടെ കൂട്ടുകാരിയെ ഇപ്പൊ അവിടെ കുത്തിക്കീറി കിടത്തിരിക്കുന്നത്. അവളവിടെ തനിച്ചാക്കി പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും എന്നെ മൂടുന്ന വല്ലാത്തൊരു കുളിരുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ വന്നത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാ. നോക്കിയടാ, ഇന്ന് ഈ ചർച്ച അവസാനിപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്യുന്നതോടെ നിങ്ങൾക്കെല്ലാവർക്കെല്ലാം പഴയതുപോലെ. പക്ഷേ നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രം. കൊന്നതാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഞങ്ങളുടെ കൊന്നു കളഞ്ഞതാ.
കുട്ടിയോളെ കൊന്നതിന്റെ പേരിൽ ഹർത്താൽ നടത്താനാണെങ്കിൽ അതിന്റെ പേരിൽ കാണുന്നവർക്കെല്ലാം വീട്ടിലിരുന്ന് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനാണെങ്കിൽ എന്താ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർത്തോ, നിങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മരണ. എന്റെ മോൾക്ക് ഇങ്ങനൊന്നും, എന്റെ പെങ്ങളല്ല എല്ലാ ദിവസവും നേരത്തെ വീട്ടിൽ വരാറുണ്ടല്ലോ. എന്റെ 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 ഇങ്ങനെ പറഞ്ഞിരുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. എന്നാ ഇന്ന് അവള് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞാൻ വരാം. പക്ഷേ നാളെ ഞങ്ങൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. തടുക്കാൻ പറ്റുന്നവർക്ക് തടുക്കാം. ഞങ്ങൾ ആ കോളേജ് പിള്ളേർക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. നാളെ നമ്മൾ എന്തായാലും കോളേജിൽ പോയിരിക്കും. ഹർത്താല എന്ത് കാര്യത്തിന്? ഈ രാഷ്ട്രീയക്കാരെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാത്രമാണ്. ഞങ്ങൾ നാളെ എന്തായാലും കോളേജിലുണ്ടോ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ലല്ലല്ല, ഞാൻ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഞങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സർ, വിദ്യാർത്ഥി സംഘടനകളുടെയും പൊതുജനത്തിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് പോലീസിനോടും ആഭ്യന്തര വകുപ്പിനോടുമുള്ള കടുത്ത പ്രതിഷേധമാണ്. സാറിന്റെ പ്രതികരണം? ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഈ നാട്ടിൽ 1.5 കോടിയോളം വരുന്ന സ്ത്രീകൾ ഇവിടെ സ്വസ്ഥവും സുരക്ഷിതരുമായി ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാർത്തയില്ലല്ലോ. ഇങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിച്ചത് എത്തേണ്ടാത്ത സ്ഥലത്ത് എത്തരുതാത്ത സമയത്ത് എത്തിയത് കൊണ്ടാണ്. സർക്കാരിന്റെ കഴിവുകേടുകൊണ്ടല്ലേ ഇന്നലെ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്? അത് മറച്ചു വെക്കാനല്ലേ സാർ ഇപ്പോൾ നോക്കുന്നത്? ഒരിക്കലുമല്ല. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ, അത് അതിന്റെ കൂട്ടിൽ എല്ലാ ദിവസവും രാത്രി സുഖമായി കിടന്നുറങ്ങുന്നു. ഒരു ദിവസം ആ നായ കൂട് പൊട്ടിച്ച് മതില് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനെ ഒരു തെരുവ് നായ വലിച്ചു കീറി കടിച്ചു കൊന്നാൽ ആ തെരുവ് നായയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? അതിനതിന്റെ കൂട്ടിൽ തന്നെ കിടന്ന പോലെ